സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിക്കാനുള്ള തീരുമാനത്തിൽ ആശങ്ക രേഖപ്പെടുത്തി കെഎസ്ആർടിസിയിലെ പ്രതിപക്ഷ യൂണിയനുകൾ. ബാധ്യത സർക്കാർ ഏറ്റെടുക്കണമെന്ന് CATU. ബാധ്യത നികത്താൻ കെഎസ്ആർടിസിയെ സർക്കാർ ഏറ്റെടുക്കണമെന്ന് BMS ആവശ്യപ്പെട്ടു. ഞങ്ങളെ സംബന്ധിച്ചിപ്പോൾ സൗജന്യ യാത്രയ്ക്കൊന്നും ഞങ്ങൾ എതിരൊന്നുമല്ല. പക്ഷേ ഈ സൗജന്യം നടപ്പാക്കുമ്പോൾ KSRTCക്ക് അതുമായി ബന്ധപ്പെട്ട ബാധ്യത സർക്കാർ ഏറ്റെടുക്കണം. 2011-16 കാലഘട്ടത്തിലെ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്തെ അനുഭവം ഞങ്ങളെ സംബന്ധിച്ച് വലിയ ആശങ്കയുണ്ടാക്കുന്നുണ്ട്. കാരണം ആ കാലഘട്ടത്തിലാണ് പെൻഷൻ കിട്ടാതെ 24 പെൻഷൻകാർ ആത്മഹത്യ ചെയ്തത്. ഗവൺമെൻറ് പ്രഖ്യാപിച്ച വനിതകൾക്കുള്ള സൗജന്യ യാത്രയെ KST എംപ്ലോയീസ് സംഘം സ്വാഗതം ചെയ്യുകയാണ്. ഇത്തരം സൗജന്യങ്ങൾ പ്രഖ്യാപിക്കുമ്പോഴും ഗവൺമെൻറ് ചെയ്യേണ്ട ഒരേ ഒരു കാര്യം മറ്റ് വകുപ്പുകൾ പോലെ KSRTC സർക്കാർ ഡിപ്പാർട്ട്മെൻറ്റായി പ്രഖ്യാപിച്ചുകൊണ്ട് ഇത്തരം നടപടികളിലേക്ക് നീങ്ങണമെന്നാണ് എംപ്ലോയീസ് സംഘത്തിന് പറയാനുള്ളത്. അജ്മൽ ദിറാറുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. അജ്മൽ, എന്താണ് പ്രതിപക്ഷ സംഘടനകളുടെ ആവശ്യം? അജ്മൽ, ശബ്ദത്തിൽ വ്യക്തത കുറവുണ്ട്. പ്രതിപക്ഷ സംഘടനകൾ ഇപ്പോൾ നിലപാട് വ്യക്തമാക്കുന്നുണ്ട്. KSRTCയിലെ സൗജന്യ യാത്രയുമായി ബന്ധപ്പെട്ട് വനിതകൾക്ക് സൗജന്യ യാത്ര നൽകുന്നതിനെതിരല്ല, പക്ഷേ സർക്കാർ ഈ ബാധ്യത ഏറ്റെടുക്കണമെന്നാണ് CATU ആവശ്യപ്പെടുന്നത്. BMS ആവശ്യപ്പെടുന്നതാകട്ടെ ഈ KSRTC സംവിധാനത്തെ സർക്കാർ ഏറ്റെടുക്കണം എന്നുള്ളതാണ്. ഏതായാലും ഇന്ന് നിർണായക മന്ത്രിസഭാ യോഗം ചേരുന്നുണ്ട്. എന്തായിരിക്കും സർക്കാരിന്റെ തീരുമാനം എന്നറിയേണ്ടതുണ്ട്. അജ്മൽ ദിറാർ തുടരുന്നുണ്ട്. അജ്മൽ, പറയൂ. അജ്മൽ, ശബ്ദത്തിൽ പ്രശ്നമുണ്ട്. ആ വാർത്തയിലേക്ക് തിരികെ എത്താം. നിർണായക മന്ത്രിസഭാ യോഗം നടക്കുകയാണ്. സൗജന്യ യാത്രയുടെ കാര്യത്തിൽ എന്ത് തീരുമാനമുണ്ടാകുമെന്ന് അല്പസമയത്തിനകം അറിയാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.